ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കറിയാം, ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മുരിങ്ങയില. ഇത് വെച്ചിട്ട് നമ്മൾ തോരനും കറികളും അതുപോലെ ജ്യൂസും ഒക്കെ തയ്യാറാക്കാറുണ്ട്. ഇതിനു മുമ്പ് മുരിങ്ങയിലയുടെ ജ്യൂസിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ മുരിങ്ങയില ജ്യൂസ്. അപ്പോൾ വീഡിയോ കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. ഇന്ന് ഞാൻ ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള രീതിയിലാണ് ഞാനിന്ന് ഈ തോരൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് വേണ്ടിയിട്ട് ഒരു പിടി മുരിങ്ങയില ഞാൻ അടർത്തി കഴുകി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം, നല്ലവണ്ണം പൊടിമണ്ണുണ്ടാവും. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ഒരു 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക് നല്ല എരിവ് കൂടിയതാണ്, അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വരെ അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങയിലയിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ പച്ചമുളക്, 3 ടേബിൾ സ്പൂൺ വരെ തേങ്ങ ചിരകിയത് ഇവ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, മുരിങ്ങയില നമ്മൾ തോരൻ തയ്യാറാക്കുമ്പോൾ ഇത്രയൊന്നും കാണില്ല, ഇതിൻ്റെ 4 ഭാഗമായിട്ട് ചുരുങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ അല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കണം. ഈ മുരിങ്ങയിലയും സവാളയും അതുപോലെ തേങ്ങയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ച് വരുന്നത് വരെ ഒന്ന് കൈവച്ചിട്ട് തിരുമ്മി കൊടുക്കണം. അപ്പോൾ ഈ തേങ്ങാപ്പാലൊക്കെ ഈ മുരിങ്ങയിലയിൽ ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും ഈ തോരൻ ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാൻ തുടങ്ങാം. ചൂടായ ചീനച്ചട്ടിയിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്കിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഈ വെളുത്തുള്ളി കൂടി ഓയിലിലോട്ട് ചേരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ടൈമിൽ നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന മുരിങ്ങയില കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 2 തവണ അടച്ചു വെച്ചാൽ മാത്രം മതിയാവും. അപ്പോഴത്തേക്കും ഈ ഇലയൊക്കെ നന്നായിട്ട് കുക്കായി വരും. അപ്പോൾ നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സാധാരണയായിട്ട് നമ്മൾ ഓയിലിലോട്ട് നേരിട്ടിട്ട് മുരിങ്ങയില ചേർത്തതിന് ശേഷമാണല്ലോ തേങ്ങയൊക്കെ ചേർക്കുന്നതെന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുത്തതിന് ഒരു കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണയായിട്ട് ഓയിലിലോട്ട് മുരിങ്ങയില ഇടുമ്പോൾ ആകെ ഒരു കട്ടയായിട്ട് മാറാറുണ്ട്. ഈ തോരൻ തയ്യാറാക്കുന്നവർക്ക് അതറിയാൻ പറ്റും. ആ കട്ട കെട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഫസ്റ്റിൽ തന്നെ സവാളയും അതുപോലെ കോക്കനട്ടും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിരുമ്മിയെടുക്കുന്നത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, ഈ മുരിങ്ങയില ഒന്നും ഒട്ടും തന്നെ കട്ട പിടിച്ചിട്ടില്ല, വേറെ ആയിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പം നന്നായിട്ട് ഒരു 2 തവണ ഇതുപോലെ അടച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും. അപ്പോൾ ഇതെല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെയായിരിക്കും. അപ്പം ഞാൻ ചെയ്ത പോലെ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. അല്പം തണുത്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.